അപ്പം എല്ലാവർക്കും ഗൗരി ഗിരീഷ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഇപ്പം നേരത്തെ ആദ്യം വന്ന വീഡിയോയിലാണെങ്കിൽ ചുമ്മാ ജസ്റ്റ് പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻട്രോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞ ദിവസം, ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസമായിരിക്കും എന്താ പറയുക ഈ വീഡിയോ വരുന്നത്. അപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, റെഗുലറായിട്ട് വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്ന കാര്യം എനിക്ക് ഡൗട്ടാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പരിമല വരെ പോകണം. അപ്പം അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ ക്രിസ്മസ് ആയിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇടിച്ചിട്ട് വരാം. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ഫുഡൊക്കെ ഏതാണ്, ആരൊക്കെയുണ്ട്, എവിടെയാണ് വീട്, എല്ലാം കാണിച്ചു തരാം. വീഡിയോയ്ക്ക് ഇനി വോയിസ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം സംസാരിക്കാൻ കുറച്ച് മടി. തുടക്കമല്ലേ, ചെറിയൊരു നിന്നെ കാണാൻ വയ്യ. ഹായ് പറ. പൊക്കോ ബ്രദർ. അപ്പം വോയിസ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ പോയിട്ട് വരേണ്ട ഈ കണ്ണാടിയിലോട്ട് നല്ല രീതിക്ക് മറ്റേ നിഴലടിക്കുന്നു. വീട് വെച്ചാൽ അപ്പം ഞാൻ പോയി ഫുഡ് അടിച്ചിട്ട് വരാം. ക്രിസ്മസിന് പടക്കം പൊട്ടിക്കും. അത് പടക്കമാണ് പോയി. അത് പടക്കമാണ്. ക്രിസ്മസിന് പടക്കമൊക്കെ പൊട്ടിക്കും. നമ്മൾ പടക്കം പൊട്ടിക്കുന്ന എപ്പോഴും ഓണം, ദീപാവലി, ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കാണെങ്കിൽ പിന്നെ എന്താ ക്രിസ്മസിന് പൊട്ടിക്കും. എന്തായാലും പടക്കം പൊട്ടിക്കും, അത് വേറെ എന്റെ പൊന്നു, എന്റെ കൈ വേദന എടുക്കുന്നു ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം എന്റെ മോൻ ഇതിനകത്ത് പതിയുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ തിരിച്ചാ പിടിച്ചേക്കും. എന്താണെങ്കിലും ഹലോ ടാറ്റാ ബൈ ബൈ. ഇപ്പൊ എടുത്ത വീഡിയോയിൽ പുറകിൽ നിന്നാണ് വെട്ടം അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 പേരുടെ മുഖത്തിനകത്ത് മര്യാദക്ക് കിട്ടിയിട്ട് ഇപ്പൊ 2ാം കേട്ടല്ല, അത് ഞാൻ ഇട്ടോളാം. പടക്കക്കട ഈ വേശക്കുന്നു, ബോറടിക്കുന്നു. നമുക്ക് പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് കാണിച്ചത് ഇതാണ് മെയിൻ വേശക്കുന്നു.
ഇവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അല്ല ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ചോറുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അവിയൽ, തോരൻ, മീൻകറി, പിന്നെ അതുപോലെ അച്ചാറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഞാൻ കുറേയൊക്കെ മേടിച്ചില്ല. പിന്നെ എന്തുവാ, അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടെ കുടിച്ചിട്ട് എനിക്ക് അനങ്ങാൻ വയ്യ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്ക് പണ്ടപോലെ ഉറക്കമായതുകൊണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പം ഏതാണ്ട് 3 മണിയായി. 3 മണിയായപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. 3 മണി എന്താ താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുന്നത് നോക്കി അങ്ങനെ 3 മണി. പിന്നെ എണീച്ചപ്പോൾ 11 മണിയായി. പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അത്ര സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയിട്ട് കിടക്കുകയോ ഉറങ്ങുകയോ. എനിക്ക് നേരത്തെ എണീക്കും 7 മണിയാകുമ്പോൾ എണീക്കും. 7 മണി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വെളുപ്പിനെയാണ് എനിക്ക് 7 മണി. എന്നിട്ട് 11 മണിയായി എണീച്ചു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഉറക്കം വരും. അപ്പം ഞാൻ ആൻറ്റിയോട് കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റൂമും കാണിച്ചു തന്നിട്ട് അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങട്ടെ, എനിക്ക് വൈകിയ. അപ്പം ഞാൻ എനിക്ക് 4 മണിക്കാകുമ്പോൾ ഇപ്പം സമയം ഇപ്പം സമയം ഏതാണ്ട് 2:49. ക്ലിയർ ആവുന്നില്ലല്ലേ? 2:49. 4 മണിക്കാകുമ്പോൾ എനിക്ക് വൈകി. എന്നിട്ട് ഞാൻ ചായ കുടിക്കുന്ന കാണിച്ചുതരാം, രാത്രി ഡിന്നർ കഴിക്കുന്ന കാണിച്ചുതരാം. ഇതിൽ ഇടയ്ക്ക് വല്ല സംഭവിക്കുകയാണെങ്കിൽ അതും ഞാൻ കാണിച്ചു തരാം. ഇതാണ് അത് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് നടക്കത്തുള്ളൂ. അപ്പം ഞാൻ ഉറങ്ങട്ടെ. ഈ വീഡിയോ എല്ലാം എനിക്ക് കിട്ടില്ലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പകുതി മുഖമുള്ളെങ്കിലും ഞാൻ തന്നെ എടുത്തുള്ളൂ. കാരണം എനിക്ക് വയ്യ. ഞാൻ കുറച്ച് ഇപ്പം 3ാമത്തെ വട്ടമാണ് ഞാൻ ഇതെടുക്കുന്നത്. ശരിയാവുന്നില്ല, പകുതിയിലും കല്ലിൻ്റെ മുഖമില്ല. അപ്പം ശരിയാണ്, ബൈ, ഗുഡ് നൈറ്റ്. വി മെറ്റ് അഗൈൻ. മലപ്പുറത്തെ വിശേഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പ്രമുഖ യൂട്യൂബറിനെ വ്ളോഗറെ ഞാൻ കണ്ടെത്തി. അമ്മയ്ക്ക് യൂട്യൂബ് ചാനലില്ലേ? പറ. കറി മാറ്റിയില്ലേ? രഞ്ജൂസ് വോൾട്ട്. ഓക്കെ, ഡൺ. മീൻകറി വെക്കണോ? ചാനൽ എടുക്കുക, മീൻകറി വെക്കുക. അതോ ഇതിനകത്ത് തന്നെ കറക്റ്റ് കാണാം കിട്ടുന്നുണ്ടോന്ന്. കൊള്ളാല്ലേ? കണ്ടോ, അവിടെ നോക്കിയിട്ടാണ് ഞാനിപ്പോ ഊഹിച്ചെടുത്തത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അവിടെ കാണുന്നില്ല, ഇവിടെ കാണത്തില്ല. ഇവിടെ കുറച്ചുകൂടെ കാണാം. ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ. ബാ ഇങ്ങ് വാ, കുക്കുങ്ങ് വാ. ആഫ്റ്റർ എ ലോങ് ടൈം കാണാൻ വയ്യ. ഇപ്പൊ കിട്ടി. ആഫ്റ്റർ എ ലോങ് ടൈം 2 ദിവസം ഇതിനുള്ളിൽ വീണ്ടും കണ്ടിരിക്കുന്നു. ഒന്നുകൂടെ പറ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ന്യൂ ഇയർ ആഘോഷിക്കാം. പിന്നെ എന്തുവായിരുന്നു? ഞാൻ മറ്റേ പരിമല പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി തിരിച്ച് വീട്ടിൽ പോകണം, ഇത് കിടന്നുറങ്ങണം. നേരത്തെ പറഞ്ഞില്ല ഉറങ്ങാൻ കിടക്കാം. ഞാൻ ഉറങ്ങിയില്ല, ഫോണിൽ നോട്ടിക്കണം. ഞാൻ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും കാണാൻ പോയി. ഇപ്പൊ കാണാമോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും പോയി കിടന്നു. എന്നെ നോക്കി പോയി കിടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കിടക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി വെച്ചിട്ട് 4 മണിയാകുമ്പോൾ എണീക്കാന്ന് പറഞ്ഞ് കിടന്നു. 4 മണി വരെ ഫോൺ നോക്കി കിടന്നു. ഇതിന്റെ ഒരു ഹോം ടൂർ തരണം എനിക്ക്. ഈ വീടിന്റെ ഹോം ടൂർ അടുത്ത തന്നെ ചേച്ചിയുടെ പൊങ്ങി വാ. ഇതാണ് എന്റെ കിച്ചുമ്മ.
ഹായ് പറ. കിച്ചുമ്മ ഈ കുട്ടിയുടെ ബ്രദറാണ്. ഹായ് പറ. ഇതിനകത്ത് നോക്ക് ഒരു കൊടുത്തേ. ഇതിനകത്ത് നോക്കടാ കിച്ചൻ. നീ ഒരു കുമ്മോട്. ഓക്കെ, എല്ലാവർക്കും ഉമ്മ ഇട്ടില്ലേ? സന്തോഷായോ? ടാറ്റ പറ. ടാറ്റ. ഓക്കെ അമ്മേ. ഒന്നുമില്ല ഇനി ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? ഇവിടെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇവിടെ ഇപ്പം തൽക്കാലം ഇപ്പോൾ വീട് പണി നടക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇത് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു ഹോം ടൂർ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഏത് ചാനലിൽ വരും? അത് 2 ചാനലിൽ വരും. ഫാമിലി ഫുള്ളൊരു വ്ളോഗിങ് ഫാമിലിയായി മാറിയിരിക്കുകയാണ്. എന്താണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എനിക്ക് അതിനെ വേണ്ടി പറയാനുള്ളത് ഇവിടുത്തെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചേച്ചി തന്നെയാണ്. അതായിരിക്കുന്ന എൻ്റെ ചേച്ചിയാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങള് ആദ്യം ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ. അങ്ങനെ അമ്മയ്ക്കും വീഡിയോ എടുത്തിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇടാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞങ്ങളിപ്പം വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. എൻ്റെ ചേച്ചിയാണ് ഇതിന് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എനിക്ക് അയ്യോ, എന്നെ പറ്റി പറഞ്ഞേ ആദ്യമായിട്ട് എന്നെ പറ്റി ഒരാൾ നല്ല വാക്കൊക്കെ പറയുന്നത്. നിനക്ക് എന്താണ് പറയാനുള്ളത് ഈ ചേച്ചിയെ പറ്റിയിട്ട്? പറ. സൂപ്പറാണോ ചേച്ചി? ആരും പറഞ്ഞു പറയിപ്പിച്ചത് പോലെ ഇല്ല. ഓക്കെ, ടാറ്റാ. ആ കാണുന്നതാണ് എൻ്റെ ചേച്ചിയുടെ അനിയൻ, അതായത് എൻ്റെ മൂത്ത ബ്രദർ. ഓക്കെ, അപ്പോൾ ബൈ. ഞാൻ ഔട്ട്രോ രാവിലെ എടുത്തു, ഇൻട്രോ എടുത്ത് രാവിലെ, ഔട്ട്രോ അപ്പം തന്നെ അങ്ങ് എടുത്തു. പിന്നെ എടുക്കാൻ വയ്യാത്തോണ്ട് ഇനി ടാറ്റാ. ബുക്കും പടമൊക്കെ വരച്ചോ? പടമൊന്നും വരച്ചില്ല. ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞോ? പിന്നെ ഫസ്റ്റ് ഇവള് ഏത് ബുക്കാ മേടിച്ചേ? എങ്ങനെയുണ്ട്? വായിച്ചു തുടങ്ങിയോ? കുഴപ്പമില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം ഒന്നും മനസ്സിലായില്ല. അതിനകത്ത് കുറെ എന്നാലും വണ്ടർ മാജിക് അങ്ങനെ കുറെ വാക്കുകൾ ഉപയോഗിച്ചു. അതൊക്കെ മാത്രം എനിക്ക് കുറച്ച് മനസ്സിലായി, പിന്നെ ഒന്നും മനസ്സിലായില്ല. പിന്നെ 2 പേജ് വെച്ചിട്ട് ബുക്ക് എടുത്ത് അടച്ചു വെച്ചു. പിന്നെ നേരം തുറന്നില്ല. ചേച്ചിയുടെ കാര്യം എന്താണ് പറയുന്നത്? ചേച്ചി 2 ബുക്ക് വായിച്ചു. ഇത് അലപ്പാണ്. ഞാൻ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി എടുത്തു. പക്ഷെ ഞാൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആനന്ദി റാംകോ ആനന്ദി. ആ ബുക്ക് ഇനി ഒരു 20 പേജും കൂടെ ഉണ്ട്. 10 പേജ് പറഞ്ഞേ, 20 അത് കഴിഞ്ഞ ദിവസം വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിൽക്കാൻ പോലും. അത് ഞാൻ 270 എത്ര കണ്ട് പേര് വായിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പൊ ഞാൻ 300 പേജ് നിർത്തിയേക്കുവാണെങ്കിൽ ഒരു 20 പേജും കൂടെ വായിക്കാനുണ്ട്. 320 പേജുണ്ട് മൊത്തത്തിൽ. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്തായി? സ്റ്റോറി ഓഫ് മൈ ലൈഫ് തുടങ്ങിയില്ല. അവിടെ പുതിയതുപോലെ തന്നെ പൊട്ടിച്ച് കാറി വെച്ച് പൊട്ടിച്ചായിരുന്നു. എപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ ആ ബുക്ക് 2 പേജ് വെച്ച് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അവസാനം വെച്ചിട്ട് ഡിക്ഷണറി എടുത്ത് ഓരോ വാക്ക് ഒരു വലിയ കഥ, അതിൽ ഓരോ വാക്ക് ഡിക്ഷണറി. അച്ഛനോട് എന്നോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇംഗ്ലീഷ് ഭയങ്കര ഫ്ലുവൻ്റ് ആണ് നമ്മൾ. അങ്ങനെ അവർ വാങ്ങിച്ച ബുക്കാണ്. എന്നാലും എനിക്ക് പറ്റിപ്പോയി പറഞ്ഞിട്ട്. ഇവിടെ ഭയങ്കര ചെലപ്പ്. ആ ചെലപ്പിന് ഒറ്റ ഉത്തരവാദിത്വമാണ്. കൊണ്ടോ ഈ ചെലപ്പിന്റെ അതേ ബുക്ക് ഇതായിരുന്നു. ബുക്ക് മേടിച്ച ബുക്ക് ഞാൻ എവിടെ വായിച്ചു? ആലീസ് ഇൻ വണ്ടർ. എത്ര പേജ് വായിച്ചു? 2 പേജ്. അതീന്ന് മനസ്സിലായ കഥ പറ. ഇല്ല, നമുക്ക് ആ ആലപ്പുറ ടീമിനെ കാണാം. ഇവനാണ് ഇത്ര നേരം കിടന്ന് വേളം വെച്ചോണ്ടിരുന്നത് കേട്ടോ. ഡൺ പറ. അതല്ലട ഇത് ഈ കൈ. അവൻ ആദ്യമായിട്ട് തമ്പ് വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ ആദ്യമായിട്ടാണ്. ഇവൻ എപ്പോഴും കാണിക്കുന്നത് നമ്മളിപ്പോ സൂപ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് അവൻ എന്ത് വെച്ചാലും. നമ്മളിപ്പം സുഖമാണോ, സൂപ്പറാണോ,
എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ കാണിക്കുന്ന അവൻ ആദ്യമായിട്ട് ഇങ്ങനെ എന്ത് കാണിച്ചേ? എനിക്ക് കൊറേ നാൾ ഇതുകൊണ്ട് കിടന്നോളൂ. ഇനി നമുക്കൊന്നും നോക്കണം. കൊറേ നാൾ ഇതുകൊണ്ട് ഓക്കെ സെറ്റ്. ഇങ്ങനെ ഇടിക്ക് ഇവിടെ ഓക്കെ സെറ്റ്. ബൈ പറയാം ബാ. ഇത് മാത്രമല്ല കുറെ 4 ബുക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ 4 ബുക്കും എന്റെ അമ്മയുടെ 4 ബുക്കും അമ്മയുടെ സത്യം മാത്രം കേട്ടാ ഒരു ബുക്കുണ്ട്. എനിക്ക് കുറെ നാള് വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിന്റെ പേര് ഞാൻ പറയാം. കളിയൊക്കെ ഉണ്ട് മിന്നാമിന്നി. എനിക്കുണ്ട് കളി കൊടുക്ക. എനിക്കുണ്ട് ബാലരമ. എനിക്കുണ്ട് കളി കൊടുക്കാൻ. പുതിയ ബുക്കൊക്കെ ഇടയ്ക്ക്. അപ്പം ബൈ. അല്ല ഇപ്പൊ നിർത്തത്തില്ല. ഇനി ബായ് പറഞ്ഞു മൂന്നാമത്തെ ബായ് ആണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.